ഹായ്, ഞാൻ സിന്ദൂര ബി സജിത്. ഞാൻ ന്യൂട്രീഷനിസ്റ്റ് ആണ്. ഞാൻ ഇന്നിവിടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം, അതിൽ ആഹാരം വഹിക്കുന്ന പങ്ക് എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അതിന്റെ പുറകെ വരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ബാക്കി എല്ലാ ഫാക്ടേഴ്സും. അതായത് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്കിൽസ്, പിന്നെ നമുക്ക് കിട്ടുന്ന ജോലി, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, ഇതെല്ലാം ഈ ഒന്നിന്റെ പുറകിൽ വരുന്ന പൂജ്യങ്ങളാണ്. ഒന്നിന്റെ പുറകിൽ ഈ പൂജ്യങ്ങൾ വരുമ്പോൾ അത് 10 ആകും, 100 ആകും, 1000 ആകും, 10,000 ആകും. പക്ഷെ ആ ഇവിടുന്ന് മാറുമ്പോഴോ നമ്മുടെ കയ്യിൽ വെറും പൂജ്യങ്ങൾ മാത്രമാകും ബാക്കി. മൂല്യമില്ലാത്തൊരു കാര്യമായി നമ്മുടെ കയ്യിൽ. നമ്മളുടെ വിദ്യാഭ്യാസത്തിനോ നമ്മളുടെ കിട്ടിയ ജോലിക്കോ നമുക്ക് ഉള്ള ശമ്പളത്തിനോ ഒന്നും ഒരു മൂല്യം ഇല്ലാതാവുന്നു. ഇത് വളരെ പഴയൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഇന്നും ഇതിന് പ്രാധാന്യം വരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരോഗ്യത്തെ പറ്റി പറയുന്നതാണ്. ആരോഗ്യം പണ്ടും വേണമായിരുന്നു. അതായത് ഒരു 25 വർഷം മുമ്പും നമുക്ക് ആരോഗ്യം വേണമായിരുന്നു. ഇന്നും ആരോഗ്യം വേണം. ഒരു 25 വർഷം കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യം വേണം. അതിന്റെ മാറ്റൊട്ടും കുറഞ്ഞു പോകുന്നില്ല ഒരു കാലത്തും. എങ്ങനെയാണ് ആരോഗ്യവാനായിട്ടിരിക്കാൻ പറ്റുന്നത്? നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പോഷകാഹാരം, വ്യായാമം, നല്ലൊരു ജീവിതശൈലി, ഇതിലൂടെയാണ് നമുക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ. പക്ഷെ ഇത് എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഒരേ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ അത് ഗുണം ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറ് കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നു. നമ്മൾ മുട്ടയോ എന്തെങ്കിലും മീറ്റോ കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നു. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വൈറ്റമിൻസ് കിട്ടുന്നു. അപ്പൊ പല ആഹാരങ്ങൾ കഴിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്നത് ന്യൂട്രീഷൻ പലതാണ്. എന്നാൽ ഇതിനെപ്പറ്റി പറയുന്ന ഒരു ശാസ്ത്രമാണ് ഡയറ്ററ്റിക്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയാണ് എടുക്കുന്നത്, നമ്മളെ എത്രത്തോളം ആരോഗ്യവാനാക്കാൻ അത് പറ്റുന്നു, ഇതിനെപ്പറ്റി പറയുന്നതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന ഒരു ശൃംഖല. നമ്മുടെ ലോകത്ത് ഒരുപാട് നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഭക്ഷണങ്ങളുണ്ട്. ഡ്രാഗൺ വേ അക്കാദമിയിൽ എല്ലാ മാസവും കുട്ടികൾക്ക് വെൽനെസ് റിപ്പോർട്ട് കൊടുക്കപ്പെടുന്നു. അതിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ആഹാരത്തിലായിക്കോട്ടെ വ്യായാമത്തിലായിക്കോട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതായത് ബോൺ മാസ് ആയിക്കോട്ടെ, മസിൽ, സ്കെൽറ്റൽ മസിൽ ആയിക്കോട്ടെ, ബോഡി ഫാറ്റ് ആയിക്കോട്ടെ, അവരുടെ പ്രോട്ടീൻ, അവരുടെ ശരീരത്തിൽ എത്രത്തോളം പ്രോട്ടീൻ, പിന്നെ വാട്ടർ വെയിറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിനെപ്പറ്റിയൊക്കെ അവർക്ക് കൃത്യമായി ബോഡി പാരാമീറ്റേഴ്സ് അവരുടെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കണം എന്നൊക്കെ എല്ലാ മാസവും അവർക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഡ്രാഗൺ വേ അക്കാദമി തരുന്ന വെൽനെസ് റിപ്പോർട്ട് അനുസരിച്ച് അതിലെ ബോഡി പാരാമീറ്റേഴ്സ് നോക്കി കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങൾ, കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കുകയും അതുവഴി കുട്ടികളുടെ ആയുർദൈർഘ്യം കൂട്ടുകയും ചെയ്യുന്നു.